ഇന്നത്തെ ക്ലാസ് വന്നത് മൊഡ്യൂൾ 5 ടോപ്പിക്സാണ്. അപ്പോൾ മൊഡ്യൂൾ 5 ടോപ്പിക്സ് എല്ലാം മെമ്മറി സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആണ്. മെമ്മറിയെക്കുറിച്ചാണ് ടോപ്പിക്സ് എല്ലാം. സോ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ മെമ്മറിയുടെ ബേസിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാക്സിമം സൈസ് ഓഫ് മെമ്മറി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ which is determined by the addressing scheme. അപ്പോൾ അതൊരു 16-bit അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അത് വെച്ച് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മെമ്മറി ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ 2⁻16 വിച്ച് ഈസ് ഈക്വൽ ടു 64K ആയിരിക്കും. അതുപോലെ 32-bit മെമ്മറി അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വെച്ച് മാക്സിമം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ 2⁻32 വിച്ച് ഈസ് 4 GHz. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പർ ഓഫ് അഡ്രസ് ബിറ്റ്സ് അല്ലെങ്കിൽ അഡ്രസ് ലൈൻസ് തന്നു കഴിഞ്ഞാൽ എത്ര മെമ്മറിയാണ് ആ ഒരു അഡ്രസ് ബിറ്റ്സ് അല്ലെങ്കിൽ അഡ്രസ് ലൈൻ വെച്ച് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈറ്റ് അഡ്രസ്സബിൾ ആയിരിക്കും. എന്താണ് ബൈറ്റ് അഡ്രസ്സബിൾ എന്ന് വെച്ചാൽ അതായത് ഒരു ബൈറ്റ്, അതായത് 8 ബിറ്റ് ഡാറ്റയ്ക്ക് ആയിരിക്കും നമ്മളൊരു അഡ്രസ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ 2 ലൊക്കേഷനെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ലൊക്കേഷന് 00 എന്ന് അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ അത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? അപ്പോൾ ഇതിലുള്ള 8 ബിറ്റ്സ് അല്ലെങ്കിൽ ഒരു ബൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ 00 എന്ന് പറഞ്ഞ ഒരു അഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ലൊക്കേഷൻ 01 എന്ന് കൊടുക്കുകയെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ അത് ആക്ച്വലി അഡ്രസ്സ് ചെയ്യുന്നത് 8 ബിറ്റ് അല്ലെങ്കിൽ 1 ബൈറ്റാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതാണ് ബൈറ്റ് അഡ്രസ്സബിൾ എന്ന് പറഞ്ഞത്. അതായത് ഒരു ബൈറ്റ് ഓഫ് ഡാറ്റയ്ക്കാണ് നമ്മളൊരു അഡ്രസ്സ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് മെമ്മറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടേമാണ് സ്പീഡ് ഓഫ് മെമ്മറി. സ്പീഡ് ഓഫ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെമ്മറി ആക്സസ് ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ആകാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈമാണ്. ടൈം ഡാറ്റ എലാപ്സസ് ബിറ്റ്വീൻ ഇനിഷ്യേഷൻ ഓഫ് എൻ ഓപ്പറേഷൻ ആൻഡ് കംപ്ലീഷൻ ഓഫ് ദ ഓപ്പറേഷൻ. ഇതാണ് മെമ്മറി ആക്സസ് ടൈം. സോ മെമ്മറി ആക്സസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2 ടൈപ്പ് ആക്സസ് പോസിബിൾ ആണ്. either it can be a read or a write. റീഡ് ആണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി മെമ്മറിയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു ഡാറ്റ നമ്മൾ എടുക്കുന്നതിന് റീഡ് എന്ന് പറയുന്നത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ലൊക്കേഷനിലേക്ക് ഫ്രഷായിട്ട് ഒരു പുതിയ ഡാറ്റ കൊണ്ടുവയ്ക്കുന്നതിന് അല്ലെങ്കിൽ അതിനാണ് റൈറ്റ് എന്ന് പറയുന്നത്. സോ ഈ രണ്ടും ആക്സസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ മെമ്മറി ആക്സസ് എന്ന് പറയുന്നത്. ഈ മെമ്മറി ആക്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നുകിൽ അതൊരു റീഡ് ഓപ്പറേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ റൈറ്റ് ഓപ്പറേഷൻ. സോ എനിവേ നമ്മൾ മെമ്മറി ഒരു ആക്സസ് ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈമാണ് മെമ്മറി ആക്സസ് ടൈം. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷറാണ് മെമ്മറി സൈക്കിൾ ടൈം. അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് ദ മിനിമം ടൈം ഡിലേ റിക്വയർഡ് ബിറ്റ്വീൻ ദ ഇനിഷ്യേഷൻ ഓഫ് 2 സക്സസീവ് മെമ്മറി ഓപ്പറേഷൻ. എന്താണ്? ഇപ്പോൾ ഒരു തവണ നമ്മൾ മെമ്മറി ആക്സസ് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അടുത്ത മെമ്മറി ആക്സസ് എത്ര സമയം കഴിഞ്ഞ് വേണം. അപ്പോൾ അതായത് 2 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മെമ്മറി ആക്സസ് തമ്മിലുള്ള ടൈം ഇൻ്റർവൽ എത്ര വരെ പോവാം. 2 സക്സസീവ് ആയിട്ടുള്ള മെമ്മറി ഓപ്പറേഷൻസിനിടയ്ക്കുള്ള മിനിമം ടൈം ഡിലേ, അതാണ് മെമ്മറി സൈക്കിൾ ടൈം. അപ്പോൾ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഇപ്പോൾ സപ്പോസ് ഒരു 1 millisecond ആണ് മെമ്മറി സൈക്കിൾ ടൈം എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ അടുത്ത മെമ്മറി ഓപ്പറേഷൻ എപ്പോഴേ പറ്റുള്ളൂ? 1 millisecond കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. സോ അതാണ് എൻ്റെ മീനിങ്. ഇപ്പം മെമ്മറി എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് മെമ്മറി ഉണ്ട്. അപ്പം ഒരു ബേസിക് ആയിട്ടുള്ള മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റാമാണ്, റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് എന്ന് പറയാൻ കാരണം
ഇവിടെ മെമ്മറി ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ലൊക്കേഷൻ ഓഫ് മെമ്മറിയാണ്. അതായത് മെമ്മറി ലൊക്കേഷൻ എവിടെയായിരുന്നാലും ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനുള്ള ഡാറ്റ എടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ലൊക്കേഷനാണ്. സോ അതുകൊണ്ടാണ് ഇതിനെ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. സോ ഇതാണ് എൻ്റെ ഒരു മെമ്മറി ആർക്കിടെക്ചർ. അപ്പോൾ പ്രോസസ്സറിനകത്ത് ഈ മെമ്മറീനെ കൺട്രോൾ ചെയ്യുന്ന ആക്സസിനെ കൺട്രോൾ ചെയ്യുന്ന 2 യൂണിറ്റ് ഉണ്ട്. ഒന്ന് മെമ്മറി അഡ്രസ് യൂണിറ്റ്, അതാണ് MAR. മെമ്മറി അഡ്രസ് യൂണിറ്റ് അല്ല, മെമ്മറി അഡ്രസ് രജിസ്റ്റർ MAR. അതുപോലെ മെമ്മറി ഡാറ്റ രജിസ്റ്റർ MDR. അപ്പോൾ MAR എന്നുള്ള ആ ഒരു ബസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അതിലാണ് അഡ്രസ് ബിറ്റ്സ് വെക്കുന്നത്. ഇപ്പോൾ അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, യൂണിഡയറക്ഷണൽ, ഒരു ഡയറക്ഷനിലെ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. സോ ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ആരോ. അപ്പോൾ അഡ്രസ്സ് എപ്പോഴും വരുന്നത് എങ്ങനെയാണ്, പ്രൊസസ്സറാണ് അഡ്രസ്സ് കൊടുക്കുന്നത്, ആ അഡ്രസ്സായിരിക്കും അഡ്രസ് ബസ്സിൽ വരിക. അപ്പോൾ ഏത് അഡ്രസ്സാണോ കൊടുക്കുന്നത് അതനുസരിച്ച് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് ഡാറ്റ നമ്മൾ എടുക്കുന്നു, പ്രൊസസ്സറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ K ബിറ്റ്സാണ് അഡ്രസ് ബസ്സിൽ കൊടുത്തേക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി യൂസ് ടു അഡ്രസ് 2 to the power K അഡ്രസ് ലൊക്കേഷൻസ്. 2 to the power K ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ നിന്ന് നമുക്ക് ഡാറ്റ എടുക്കാൻ പറ്റും. അത്രയും ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് K ബിറ്റ്സ് വെച്ച് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അടുത്ത ഡാറ്റ ബസ് നോക്കുകയാണെങ്കിൽ അതൊരു ബൈഡയറക്ഷണൽ ബസ്സാണ്. ബൈഡയറക്ഷണൽ ബസ്സാണ്, 2 ഡയറക്ഷനിലേക്കും ഡാറ്റ ട്രാൻസ്ഫർ പോസിബിളാണ്. 2 ഡയറക്ഷനിലേക്കെന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിലേക്കും ഡാറ്റ കൊണ്ടുവരാം. അതുപോലെ മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ റീഡ് ഓപ്പറേഷനാണ്. അതുപോലെ പ്രോസസ്സറിൽ നിന്നും മെമ്മറിയിലേക്ക് പോകാം, വിച്ച് ഈസ് റൈറ്റ് ഓപ്പറേഷൻ. പിന്നെ അതുപോലെ വരുന്നത് കൺട്രോൾ സിഗ്നൽസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റീഡാണോ റൈറ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ കൺട്രോൾ സിഗ്നൽസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ 3 ലൈൻസ് ആണ് നമുക്ക് ആക്ച്വലി ആവശ്യമുള്ളത്. ഒന്ന് അഡ്രസ് ബസ് എന്തിനു വേണ്ടി ആവശ്യമുള്ളത്, മെമ്മറി ആക്സസിന് വേണ്ടി, മെമ്മറി ഓപ്പറേഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അഡ്രസ് ബസ് വേണം, ഡാറ്റ ബസ് വേണം, അതുപോലെ കൺട്രോൾ ബസ് വേണം. സോ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആർക്കിടെക്ചർ. സോ മെയിൻ മെമ്മറിയിലേക്ക് ഇപ്പം നടുക്ക് കാണിച്ചിരിക്കുന്നത് CPU ആണ്. സോ CPUവിനകത്താണ് എന്തുള്ളത്, രജിസ്റ്റേഴ്സും അതുപോലെ ക്യാഷെയും വരുന്നത് ഏകദേശം CPUവിനകത്താണ്. CPU ക്യാഷെ മെമ്മറി കാണിച്ചിട്ടുണ്ട്. അതുപോലെ ALU ഓൾറെഡി ഉണ്ട്, കൺട്രോൾ യൂണിറ്റ്. അതുകൂടാതെ രജിസ്റ്റേഴ്സ് എല്ലാം വരുന്നത് CPUവിനകത്ത് തന്നെയാണ്. സോ അത് കഴിഞ്ഞ് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആയിട്ടുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷനും CPUവിന് പോസിബിളാണ്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അടുത്തൊരു മെമ്മറി സെല്ലിൻ്റെ ഓപ്പറേഷനാണ്. സോ മെമ്മറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 2 ഓപ്പറേഷനാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്ന് റീഡ് ഓപ്പറേഷനും അതുപോലെ റൈറ്റ് ഓപ്പറേഷനും. ഇപ്പോൾ റൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ നോക്കുക, ഡാറ്റ വരുന്നത് എങ്ങോട്ടായിരിക്കും, പ്രൊസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്കായിരിക്കും. അതിവിടെ ആരോയിൽ കാണിച്ചിട്ടുണ്ട്. ഡാറ്റ എന്ന് പറഞ്ഞ ആ ഒരു ആരോ നോക്കുക, അത് സെല്ലിലേക്കാണ് വരുന്നത്. ഇനി അടുത്തത് മെമ്മറി റീഡാണ്. മെമ്മറി റീഡാണെങ്കിൽ എന്താണ്, സെല്ലിൽ ഓൾറെഡി ഉള്ള ഒരു ഡാറ്റ പ്രോസസ്സർ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെൻസ് എന്ന് പറഞ്ഞ ആ ഒരു ആരോ നോക്കുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, മെമ്മറി സെല്ലിൽ നിന്ന് പുറത്തേക്കായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഓർഗനൈസേഷൻ ഓഫ് സെൽസാണ്. മെമ്മറി സെൽസിൻ്റെ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇതിൽ 2 ഡീകോഡേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതായത് അഡ്രസ്സ് നമ്മൾ ഡീകോഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് അഡ്രസ് ഡീകോഡേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ മെമ്മറി സെൽസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഒരു മെട്രിക്സ് ഫോമിലായിരിക്കും. അപ്പോൾ അതിൻ്റെ റോ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോ ഡീകോഡർ യൂസ് ചെയ്യുന്നത്. അതുപോലെ കോളംസ് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോളം ഡീകോഡർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് മെമ്മറി ടൈപ്പാണ്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് 2 ടൈപ്പാണ്. ഒന്ന് റാൻഡം ആക്സസ് മെമ്മറി RAM, അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി. രണ്ടാമത്തത് റീഡ് ഓൺലി മെമ്മറി ROM. ഫസ്റ്റ് ടൈപ്പ് റാമും സെക്കൻഡ് ടൈപ്പ് റോമും.
അപ്പോൾ ബേസിക് ഡിഫറൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ റാം എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് മെമ്മറിയാണ്. അത് പവർ ഉള്ള സമയം വരെ മാത്രമേ അതിനകത്ത് ഡാറ്റ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പവർ പോയി കഴിഞ്ഞാൽ ഡാറ്റ ലോസ് ആയി പോകും. സോ റാമിൻ്റെ ക്ലാസിഫിക്കേഷനാണ് കാണിച്ചിരിക്കുന്നത്. എസ് റാം, സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം. ഡൈനാമിക് റാം തന്നെ 3 ടൈപ്പ് ഉണ്ട്. സിങ്ക്രണസ് റാം, SD റാം, അതുപോലെ റാംബസ് റാം, റാംബസ് ഡി റാം അല്ലെങ്കിൽ RD റാം, അതുപോലെ ക്യാഷെ ഡി റാം, CD റാം. ഇങ്ങനെ മൂന്നായിട്ട് ഡൈനാമിക് റാമിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയുമാണ് റാമിൻ്റെ ക്ലാസിഫിക്കേഷൻ. പിന്നെ അടുത്ത് വരുന്നത് റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോമാണ്. സോ റോം നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റീഡ് ഓൺലി എന്ന് പറഞ്ഞാൽ റോമാണ്. അതായത് റീഡ് ഓൺലി ആണ്. അത് റൈറ്റ് ചെയ്യുന്നത് അത്ര ഫ്രീക്വൻ്റ് ആയിരിക്കത്തില്ല. സോ വൺസ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ പിന്നെ നമുക്ക് റീഡ് ചെയ്യാനേ പറ്റുള്ളൂ. പുതുതായിട്ട് വീണ്ടും അത് പ്രോഗ്രാം ചെയ്യാൻ, ഫ്രീക്വൻ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാനായിട്ട് അലൗഡ് അല്ല. പിന്നെ അടുത്തത് പ്രോഗ്രാമുകൾ റോമാണ്. സോ അതെന്ന് പറഞ്ഞാൽ എന്താണ്, ട്രൂലി ഒരു റോം ആയിരിക്കത്തില്ല. സോ വൺസ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ, യൂസേഴ്സ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ അതൊന്ന് ഇറേസ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രൊവിഷനുള്ള റോമാണ് പ്രോഗ്രാമബിൾ റോം. സോ ട്രൂ റോം ആണെങ്കിൽ എന്താ സംഭവിക്കുക, സോ വൺസ് അത് പ്രോഗ്രാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ ടൈമിൽ തന്നെ ആയിരിക്കും. സോ വൺസ് അത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല. സോ അതാണ് ഒറിജിനൽ റോം. സോ പ്രോഗ്രാമബിൾ റോം ആണെങ്കിൽ യൂസറിന് വൺസ് പ്രോഗ്രാം ചെയ്യാം. സോ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതത്ര ഫ്രീക്വൻ്റ് ആയിട്ട് മാറ്റാറില്ല. പിന്നെ അടുത്ത് വരുന്നത് റീഡ് മോസ്റ്റ്ലി മെമ്മറിയാണ്. സോ റീഡ് മോസ്റ്റ്ലി മെമ്മറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ ഈ ഒരു പ്രോഗ്രാമുകൾ റോമിൻ്റെ ചില മോഡിഫിക്കേഷൻസ് ആണ്. ഇറേസബിൾ പ്രോഗ്രാം വരും, അതുപോലെ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാം വരും, അതുപോലെ ഫ്ലാഷ് മെമ്മറി വരും. സോ ഈ ഒരു പ്രോഗ്രാമബിൾ റോം ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മോസ്റ്റ്ലി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതായത് റീഡ് ചെയ്യുന്ന ഒരു സ്പീഡ് നല്ല സ്പീഡിൽ റീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മൾ റൈറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എന്താണ്, റീഡ് ചെയ്യുന്ന സ്പീഡിൽ അത് റൈറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് അത് പ്രോഗ്രാം ചെയ്യാറുമില്ല. അതുപോലെ മാക്സിമം പ്രോഗ്രാം ചെയ്യാവുന്ന ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റഡ് ആയിരിക്കും. സോ ഇതൊക്കെയാണ് പ്രോഗ്രാമബിൾ ആണെങ്കിലും റോമിന് വരുന്ന ലിമിറ്റേഷൻസ്. നോർമൽ ഇറേസബിൾ റോമിൽ നമ്മൾ ഒപ്റ്റിക്കൽ സിഗ്നൽ വെച്ചിട്ടായിരിക്കും ഇറേസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കലി ഇറേസബിൾ ആണെങ്കിൽ അത് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് വി യൂസ് ഇലക്ട്രിക്കൽ സിഗ്നൽ ടു ഇറേസ് ദ പ്രോഗ്രാമബിൾ റോം. സോ അതാണ് നമ്മുടെ ഡിഫറൻസ്. സോ ഇതാണ് മെമ്മറിയുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോ അടുത്ത് നോക്കാൻ പോകുന്നത് റാമാണ്. സോ റാം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു റാൻഡം ആക്സസ് മെമ്മറിയാണ്. അതായത് ഏത് ലൊക്കേഷനിലെ ഡാറ്റ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സെയിം തന്നെയായിരിക്കും ഇറസ്പെക്റ്റീവ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിനെ റാൻഡം ആക്സസ് എന്ന് പറയുന്നത്. സോ ഇനി നോക്കുമ്പോൾ റാമിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. എങ്ങനെയാണ് ഈ ഒരു റാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് റാം റിയലൈസേഷന് വേണ്ടിയിട്ട്, ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെമി കണ്ടക്ടർ റാം മെമ്മറീസ് എന്ന് പറഞ്ഞാൽ പല റേഞ്ച് ഓഫ് സ്പീഡിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നോർമലി ഒരു മെമ്മറി സെല്ലെന്ന് പറഞ്ഞാൽ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ 1 ബിറ്റാണ്. 1 ബിറ്റ് ഓഫ് ഇൻഫർമേഷനാണ് ഓരോ സെല്ലും ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ഒരു റോയിൽ വരുന്ന സെൽസിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റോയിൽ വരുന്ന, നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരു മെട്രിക്സ് ഫോമിലായിരിക്കും മെമ്മറി സെൽസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ റോൾസും ഉണ്ടാവും, കോളംസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു റോയിൽ വരുന്ന സെൽസിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് വേർഡ് എന്ന് പറയുന്നത്. സോ അതെല്ലാം കൂടെ വേർഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ അതുപോലെ കോളത്തിൽ വരുന്ന സെൽസ് എല്ലാം കൂടെ ഒരു
സെൻസ് അല്ലെങ്കിൽ റൈറ്റ് സർക്യൂട്ട് അതിലേക്ക് ബിറ്റ് ലൈൻസിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡയഗ്രം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ റോയും കോളമായിട്ടായിരിക്കും മെമ്മറി സെൽസിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ സെല്ലിനും ഒരു ബിറ്റ് ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കും. അപ്പോൾ ഒരു റോയിൽ വരുന്ന എല്ലാ സെൽസിനെയും കൂടെയാണ് നമ്മൾ വേർഡ് എന്ന് പറയുന്നത്. അതൊരു വേർഡ് ലൈനിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ ഒരു കോളത്തിൽ വരുന്നതിനെല്ലാമാണ് ബിറ്റ് ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ റോ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോ ഡീകോഡർ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ കോളം അഡ്രസ്സ്, ഇപ്പോൾ അഡ്രസ് ലൈൻസ് രണ്ട് ഇതായിട്ടാണ് അപ്പോൾ കൊടുക്കുന്നത്, റോയുടെ അഡ്രസ്സും അതുപോലെ കോളത്തിൻ്റെ അഡ്രസ്സും. സോ റോ അഡ്രസ്സ് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോ ഡീകോഡർ യൂസ് ചെയ്യുന്നത്. അതുപോലെ കോളം അഡ്രസ്സ് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോളം ഡീകോഡർ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു കോളത്തിൽ വരുന്ന സെൽസ് എല്ലാം കൂടെ ഈ സെൻസ് ആംപ്ലിഫയറിലേക്ക് കണക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ ഒരു റോയിൽ വരുന്ന സെൽസിനെ എല്ലാം കൂടെ വേർഡ് ലൈനിലേക്കും കണക്റ്റ് ആയിരിക്കും. സോ ഇനി നോക്കാൻ പോകുന്നത് SRAM സ്റ്റാറ്റിക് റാമിൻ്റെ ഓപ്പറേഷനാണ്. സോ അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു സ്റ്റാറ്റിക് റാമാണ് SRAM. അപ്പോൾ ഇത് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത് 6 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, 1, 2, അതുപോലെ 3, 4, 5, 6. സോ ഇസ് 60 SRAM സെല്ലാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നേരത്തെ പറഞ്ഞ വേർഡ് ലൈനും കാണാൻ പറ്റും, അതുപോലെ ബിറ്റ് ലൈനും കാണാൻ പറ്റും. ഓക്കെ, സോ രണ്ട് ബിറ്റ് ലൈൻസ് കാണും. ഒന്നിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും അനദർ. സോ ഇതൊരു ബിറ്റ് ആണെങ്കിൽ സോ ഇത് ബിറ്റ് ബാർ ആയിരിക്കും. ഇതിൻ്റെ ജസ്റ്റ് കോംപ്ലിമെൻ്റ് ആണ് രണ്ടാമത്തെ ബിറ്റ് ലൈൻ. സോ ഇനി എൻ്റെ ഓപ്പറേഷനിലേക്ക് പോവാം. നേരത്തെ കാണിച്ച ആ ഒരു SRAMൻ്റെ സിംപ്ലിഫൈഡ് വെർഷനാണിത്. അപ്പോൾ ഇത് നേരത്തെ കാണിച്ച അതേ ഡയഗ്രം തന്നെയാണ്. ഇപ്പോൾ 2 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ബാക്കി ആ ട്രാൻസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്തേക്കുന്ന അതിന് പകരം അതൊരു സിംപ്ലിഫൈഡ് ഡയഗ്രാമാണിത്. സോ ഇത് ആക്ച്വലി സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെയായിരിക്കും കിട്ടുക. സോ ഇതിൻ്റെ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനാണ് അവിടെ കാണിച്ചിരിക്കുന്ന ഒരു ക്രോസ് കണക്റ്റ്. സോ ഇതിനെ ക്രോസ് കണക്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ കാണാൻ പറ്റും 2 നോട്ട് ഗേറ്റ്സ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ഫോം. അപ്പോൾ ഇതിൻ്റെ 2 നോട്ട് ഗേറ്റ്സിൻ്റെ ഈ ക്രോസ് കണക്റ്റ് ത്രൂ ട്രാൻസിസ്റ്റർ ഇംപ്ലിമെൻറ്റ് ചെയ്താണ് കഴിഞ്ഞ ഡയഗ്രത്തിൽ കണ്ടത്. പിന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ നോക്കാം. അപ്പോൾ ഇതിൽ 2 ലൈൻസാണുള്ളത്. ഒന്ന് വേർഡ് ലൈൻ, രണ്ടാമത്തെ ബിറ്റ് ലൈൻ. ബിറ്റ് ലൈൻ 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് ബിറ്റും ഒന്ന് ബിറ്റ് ബാറും. സോ ഇവിടെ വരുന്ന ലൈനിൻ്റെ ജസ്റ്റ് കോംപ്ലിമെൻ്റ് ആയിരിക്കും രണ്ടാമത്തെ ലൈൻ. ഓക്കെ, അപ്പോൾ മെമ്മറി ഓപ്പറേഷൻ 2 ടൈപ്പാണ് പോസിബിൾ ആയിട്ടുള്ളത്. സോ ഒന്നെങ്കിൽ നമുക്ക് റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു മെമ്മറി സെൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞതാണ്, ഇത് ഹോൾഡ് ചെയ്യുന്നത് എത്രയായിരിക്കും? 1 ബിറ്റ്. 1 ബിറ്റ് ഇൻഫർമേഷനാണ് ഒരു മെമ്മറി സെല്ല് സാധാരണ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു SRAM സെല്ലിനും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്? 1 ബിറ്റ് ഇൻഫർമേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ആക്കുക. സോ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ വേർഡ് ലൈൻ എങ്ങോട്ടാണ് പോകുന്നത് നോക്കുക. വേർഡ് ലൈൻ പോകുന്നത് എപ്പോഴും എങ്ങോട്ടായിരിക്കും? T1 T2 എന്ന് പറയുന്ന ആ 2 ട്രാൻസിസ്റ്ററിൻ്റെയും ബേസിലേക്കാണ് പോകുന്നത്. സോ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ആകുമ്പോഴത്തേക്കും ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ഓൺ ആകും. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആകും, ബേസിലേക്കാണ് പോകുന്നത്. സോ ട്രാൻസിസ്റ്റർ ഓൺ ആകും. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആകും. അതായത് ബിറ്റ് ലൈനിൽ നിന്ന് ഈ പറയുന്ന ക്രോസ് കണക്റ്റിലേക്കൊരു കണക്ഷൻ വരും. അതുപോലെ തന്നെയാണ് ഇവിടെ ബിറ്റ് ബാറിൽ നിന്ന് ഈ പറയുന്ന ക്രോസ് കണക്റ്റിലേക്കൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആകും. എപ്പോൾ? വേർഡ് ലൈൻ ആക്ടിവേറ്റ് ആകുമ്പോൾ.
ഈ T1 ബേസിലേക്കാണ് പോകുന്നത്, അതുപോലെ T2 ബേസിലേക്കാണ് പോകുന്നത്. രണ്ട് ട്രാൻസിസ്റ്ററും ഓൺ ആകും. സോ ഇങ്ങനെ ഒരു ബിറ്റ് ലൈനിൽ നിന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ വരും. സോ നമുക്ക് എന്ത് ഇൻഫർമേഷനാണോ സ്റ്റോർ ചെയ്യേണ്ടത് അത് എവിടെ വെക്കണം? ബിറ്റ് ലൈനിൽ വെക്കുക. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്തായിരിക്കും? ബൈനറി ആയിരിക്കും. അപ്പോൾ ഏതർ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും നമ്മൾ ഈ ബിറ്റ് ലൈനിൽ വെക്കുന്ന ഇൻഫർമേഷൻ. സപ്പോസ് ബിറ്റ് ലൈനിൽ വെച്ചേക്കുന്നത് 1 ആണെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ ബിറ്റ് ബാറിൽ വരുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ 1 എങ്ങോട്ട് വരും? സോ ഈ 1 ഇങ്ങോട്ട് വരും. ഈ നോട്ട് ഗേറ്റ് 1 ആണ്. നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ട് 1 ആണ്. ഔട്ട്പുട്ട് എത്ര വരും? 0 വരും. അതുപോലെ ഇവിടെ വരുന്നത് 0 ആണ്, ഇവിടെ 1 വരും. ഓക്കെ. സോ ഇതാണ് മെമ്മറി റൈറ്റ് ഓപ്പറേഷൻ. സോ വൺസ് ഈ ഒരു ഇൻഫർമേഷൻ ഈ ക്രോസ് കപ്പിളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? വേർഡ് ലൈൻ ഡീആക്ടിവേറ്റ് ചെയ്യുക. സോ വേർഡ് ലൈൻ ഡീആക്ടിവേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആകും, അതുപോലെ ഈ ട്രാൻസിസ്റ്ററും ഓഫ് ആകും. സോ അതായത് നേരത്തെ പറഞ്ഞ പോലെ 1 ഇവിടെ കൊടുത്തു, അതുപോലെ 0 കൊടുത്തു. ബിറ്റ് ലൈൻ കൊടുത്തു, ബിറ്റ് ലൈനിൽ 1 കൊടുത്തു, വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ട്രാൻസിസ്റ്റർ 1ഉം 2ഉം ഓണായി. സോ ഈ 1 ഇങ്ങോട്ട് വരും, ഇവിടെ 0 ആയി. അതുപോലെ ഇവിടെ ഇവിടെ 1 ആണെങ്കിൽ ഇതിന് നേരെ കോംപ്ലിമെൻ്റ് ആയിരിക്കും ബിറ്റ് ബാറിൽ വരുന്നത്. സോ അതിങ്ങോട്ട് വരുന്നു, സോ അതിവിടെ 1 ആവുന്നു. സോ ഇതാണ് മെമ്മറി റൈറ്റ് ഓപ്പറേഷൻ. ഒരു ബിറ്റ് ഇൻഫർമേഷൻ നമ്മൾ ഈ ഒരു സെല്ലിലേക്ക് റൈറ്റ് ചെയ്തു. സോ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി വേർഡ് ലൈൻ ഡീആക്ടിവേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആകും, അതുപോലെ ഈ ട്രാൻസിസ്റ്ററും ഓഫ് ആകും. അപ്പോൾ നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത കണക്ഷൻ കട്ടാവും. അതായത് ഈ ഒരു ക്രോസ് കണക്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ബിറ്റ് ലൈനുമായിട്ടും ഇല്ല, ഇവിടുത്തെ ബിറ്റ് ബാർ ലൈനുമായിട്ടും കണക്ഷൻ ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഓൾറെഡി അതിനകത്തുള്ള ഇൻഫർമേഷൻ എന്താണോ അതവിടെ സ്റ്റേ ചെയ്യും. ഇവിടെ കൊടുത്തേക്കുന്ന 1 ഇവിടെ നിൽക്കും, ഇവിടെ 0 ആയിരിക്കും. അതുപോലെ ഇവിടെ കൊടുത്തേക്കുന്ന 0 ആയിരിക്കും. സോ ഇവിടെ വരുന്ന 1 അവിടെ തന്നെ നിൽക്കും. ഇനി നമ്മൾ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ആക്കാത്തിടത്തോളം സമയം ഇങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുക. ഈ വാല്യൂ മാറത്തില്ല. സോ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ബിറ്റ് ലൈനിൽ കൊടുത്ത ഒരു വാല്യൂ ഇപ്പോൾ ആ ഒരു സെല്ല് ഹോൾഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുകയാണ് ചെയ്യുന്നത്. സോ ഇനി അടുത്തത് എന്താണ്? ഇനി റീഡ് ചെയ്യണത് എന്താ ചെയ്യുന്നത്? റീഡ് ചെയ്യണമെങ്കിലും സെയിം ഓപ്പറേഷൻ ചെയ്യണം. ആദ്യം വേർഡ് ലൈൻ ആക്ടിവേറ്റ് ആക്കുക. അപ്പോൾ ഓൾറെഡി നമ്മളൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വേർഡ് ലൈൻ ആക്ടിവേറ്റ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? T1 ഓൺ ആകും, T2 ഓൺ ആകും. അഗെയിൻ ബിറ്റ് ലൈനും ഈ ഒരു ക്രോസ് കണക്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. ഈ സൈഡിൽ ബിറ്റ് ബാറും ക്രോസ് കണക്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. സോ ഈ 1 ഈ ബിറ്റ് ലൈനിലേക്ക് പോകും, അതുപോലെ ഈ 0 ബിറ്റ് ബാറിലേക്കും പോകും. സോ ഇതാണ് എൻ്റെ റീഡ് ഓപ്പറേഷൻ. സോ ഇങ്ങനെയാണ് സ്റ്റാറ്റിക് റാമിൽ റീഡിങ്ങും റൈറ്റിങ്ങും നടക്കുന്നത്. ഓക്കെ.